ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക്ക് നമ്മൾ പൂർണ്ണമായിട്ടും MBOനെ കുറിച്ചാണ്, അതായത് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഇതിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന പീറ്റർ ഡ്രക്കറാണ് MBO ഡെവലപ്പ് ചെയ്തത്. ഇതിൽ പ്രത്യേകിച്ചും എടുത്തു പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് പെർഫോമൻസ് ഓഫ് ഈച്ച് ജോബ് ഷുഡ് ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഹോൾ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണോ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടുന്ന ഓരോ ജോലിയുടെയും അല്ലെങ്കിൽ ഓരോ ആളുകളും ചെയ്യേണ്ട പെർഫോമൻസിനെ ഊന്നി പറയുന്നതിനെയാണ് MBO എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു MBOൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് 3 തരത്തിലാണ് ഇതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് മോട്ടിവേഷൻ, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ, മാനേജ്മെൻറ്റ് ബൈ റിസൾട്ട്, ഇങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ ജസ്റ്റ് ഒരു ഡെഫിനേഷൻ പറയാം. അക്കോർഡിംഗ് ടു കൂൺസ് ഓർ ഡണൽ, MBO is a comprehensive managerial system that integrates many key management activities in a systematic manner, consciously directed toward the effective and efficient achievement of organizational objectives. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് വളരെ എഫിഷ്യൻ്റ് എഫക്റ്റീവായിട്ടും അച്ചീവ് ചെയ്യാൻ വേണ്ടി കോൺഷ്യസ്ലി നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയും അതേപോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഓർഡറിൽ എല്ലാ പ്രധാനപ്പെട്ട ആക്ടിവിറ്റിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു മാനേജീരിയൽ സിസ്റ്റത്തിനെയാണ് MBO എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റം ഫോർ ഇംപ്രൂവിംഗ് പെർഫോമൻസ് ബോത്ത് ഓഫ് ദ ഇൻഡിവിജ്വൽ മാനേജേഴ്സ് ആൻഡ് ദ എൻ്റർപ്രൈസ് ആസ് എ ഹോൾ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എന്ത് കാര്യമാണ്? ആരെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? മാനേജ്മെൻറ്റിൽ, അതായത് മൊത്തത്തിൽ ബിസിനസ്സിനെയും അവിടെ ഇൻഡിവിജ്വൽ മാനേജേഴ്സിൻ്റെയും പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യുക. എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്? ബൈ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. എൻ്റർപ്രൈസിനൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് മാനേജേഴ്സ് ലെവൽ, ഡിപ്പാർട്ട്മെൻറ്റ് വൈസും മാനേജേഴ്സ് വൈസും അതുപോലെ എൻ്റർപ്രൈസിന് മൊത്തത്തിലായിട്ട് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. ഹിയർ സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് മോൾഡിംഗ് ഒബ്ജക്റ്റീവ്സ്. ഈ ഒരു ഒബ്ജക്റ്റീവ്സ് മോൾഡ് ചെയ്യുന്നതിൽ സുപ്പീരിയേഴ്സും സബോർഡിനേറ്റും കൂടി ചേർന്ന് നിന്നുകൊണ്ടാണ്. ആൻഡ് MBO ഈസ് എ സിസ്റ്റം ഓഫ് മാനേജ്മെൻറ്റ് ഇൻവോൾവിംഗ് ഇഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ബൈ ഈച്ച് മെമ്പർ ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ ഓരോ മെമ്പേഴ്സിനെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇഫക്റ്റീവായിട്ട് മാനേജ്മെൻറ്റ് ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി എന്താണ് അപ്പോൾ MBOൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? മെയിനായിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്ന എപ്പോഴും അതിൻ്റെ ഗോൾ തന്നെയാണ്. അവർക്ക് എന്താണോ നേടേണ്ടത് ആ ഒരു ലക്ഷ്യം അവിടെ ഉണ്ടാവുക. അത് ലോങ് ടേമിലേക്കുള്ള ലക്ഷ്യങ്ങളുണ്ട്, ഷോർട്ട് ടേമിലേക്കുള്ളതുണ്ട്. ഇതിൻ്റെ ഫിലോസഫി വ്യൂ ചെയ്യുന്നത് ഓർഗനൈസേഷൻ എപ്പോഴും എന്താണ്, മാറ്റങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡൈനാമിക് എൻറ്റിറ്റി ആണെന്നുള്ളതാണ് പറയുന്നത്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അറ്റൻഷൻ നിർബന്ധമായിട്ടും അവിടെ കൊടുത്താൽ മാത്രമേ അത് റിഫൈൻ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഇംപ്രൂവ് ചെയ്യാനോ ഒക്കെ സാധിക്കുള്ളൂ. ഒരിക്കലും ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്നുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ ഗോളുകളെ റീഡിഫൈൻ ചെയ്യുക, മോഡിഫൈ ചെയ്യുക, ഇംപ്രൂവ്, അങ്ങനെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നിരീക്ഷിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്രോച്ചസ് ടു അച്ചീവ് ദം ഓൺ ദ ബേസിസ് ഓഫ് എക്സ്പീരിയൻസ്. ഇഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഇനി ഇത് ഫ്രെയിം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത് ഇഫക്റ്റീവായിട്ടുള്ള പെർഫോമൻസിന് തന്നെയാണ്. ആൻഡ് ഇത് ഗൈഡ് ലൈൻസ്, ഒരു നല്ല രീതിയിലൊരു സിസ്റ്റം, പ്രൊസീജിയർ, ഡെലിഗേഷൻ, ആർക്ക് എങ്ങനെയൊക്കെ ചുമതലകൾ കൊടുക്കണം, ഡെലിഗേഷൻ, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, ഇതെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് MBO നൽകുന്നത്. പീരിയോഡിക് ആയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് റിവ്യൂ ചെയ്യണം എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഷെയർഡ് സെൻസ് ഓഫ് വിഷൻ among all managers. ഈ ഒരു ടെക്നിക്കിൽ പ്രധാനമായിട്ടും നമ്മൾ എന്താണ്, കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ്, ഒരു പൊതു താല്പര്യവും അതേപോലെ തന്നെ നല്ലൊരു എല്ലാ മാനേജേഴ്സിൻ്റെ ഇടയിലും ഒരു പൊതുവായിട്ടൊരു കാഴ്ചപ്പാട് കൊണ്ടുവരാനൊക്കെ സാധിക്കുന്നു. ഇറ്റ് എയിംസ് അറ്റ് റാഡിക്കൽ റീഅലൈൻമെൻറ്റ് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ് മാനേജേഴ്സ്. സബോർഡിനേറ്റും സുപ്പീരിയേഴ്സും തമ്മിൽ നല്ല രീതിയിൽ റിലേഷൻ അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ആൻഡ് സ്റ്റിമുലേറ്റീവ് ആയിട്ടുള്ളൊരു റോൾ തന്നെയാണ് സബോർഡിനേറ്റിന് ആ റിലേഷൻ കീപ്പ് ചെയ്യാൻ ഇവിടെ വരുന്നത്. സോ എന്താണ് MBO എന്നുള്ളത് നോക്കുക. അതിൻ്റെ MBOൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ പറഞ്ഞു. ഇനി ഈ MBO നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്സ് ഇവിടെ പറയുന്നുണ്ട്. സ്റ്റെപ്സ് ഇൻ MBO, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. എന്താണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണോ ഒരു ഓർഗനൈസേഷൻ്റെ മൊത്തത്തിൽ അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് എന്നുള്ളത് സെറ്റ് ചെയ്യാം. ആ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണ് ഓർഗനൈസേഷൻ്റെ, എന്തിനേയും സർവൈവ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻ്റ് ആണ് ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ഒരു ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുക, ഓരോ സെക്ഷൻ വൈസ് കൊടുക്കുക, ഇൻഡിവിജ്വലിനായിട്ട് കൊടുക്കുക, അങ്ങനെ എല്ലാം നമ്മൾ എന്താണ് ഓരോ പോയിന്റുകളായിട്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് ഫേമിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് തന്നെയായിരിക്കും അവിടെ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തു. രണ്ടാമത് ഡെവലപ്മെൻറ്റ് ഓഫ് ആക്ഷൻ പ്ലാൻ. ഈ ഒരു ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ചെയ്ത കാര്യങ്ങളെ നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവരികയാണ്, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയാണ്. This may require allocation of specific responsibilities to different departments, divisions and individuals. അപ്പോൾ ആ ഒരു ആക്ഷൻ പ്ലാനിലേക്ക് അത് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ കൃത്യമായിട്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിന് എന്തൊക്കെ തരത്തിലുള്ള ഡിവിഷൻസും ഇൻഡിവിജ്വൽസിനും എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസൊക്കെ അലോക്കിയേറ്റ് ചെയ്യണം എന്നുള്ളത് കാര്യം അവിടെ നോക്കുക. അപ്പോൾ അവിടെയാണ് നമുക്കത് ആക്ഷൻ പ്ലാനിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് പീരിയോഡിക് റിവ്യൂ. പീരിയോഡിക് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഗോൾ സെറ്റ് ചെയ്തിട്ട് പ്ലാനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിനെ പരിശോധിക്കാം. ഈ ഒരു കൺട്രോളിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എല്ലാം പ്രിസ്ക്രൈബ് ചെയ്ത പോലെ തന്നെ അവിടെ നടന്നിട്ടുണ്ടോ, എല്ലാ നിശ്ചിത ഇടവേളകളിലും അതിൻ്റെ സുപ്പീരിയേഴ്സും സബോർഡിനേറ്റും തമ്മിൽ അവർ മീറ്റിങ്ങുകൾ വയ്ക്കുക, ഡിസ്കസ് ചെയ്യുക, അതിൻ്റെ പുരോഗതി എങ്ങനെയുണ്ട് വിലയിരുത്തുക, എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ട് അത് നടപ്പിൽ വരുത്താനുള്ള കാര്യങ്ങൾ നോക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ആ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, ഇനി എന്തെങ്കിലും ചേഞ്ചസ് ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇതൊക്കെയാണ് പീരിയോഡിക് റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ പോയിന്റിൽ പറയുന്ന പെർഫോമൻസ് അപ്രൈസൽ. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഇവിടെ പെർഫോമൻസ് പീരിയോഡിക്കലി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എവാലുവേറ്റ് ചെയ്യണം. അത് ഓരോ സുപ്പീരിയേഴ്സിനോ ഡിപ്പാർട്ട്മെൻറ്റിനോ ഇൻഡിവിജ്വലിനോ എങ്ങനെയാണോ നമ്മൾ വർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവർ ആ പറഞ്ഞ പോലെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്തോ, എന്തെങ്കിലും വ്യത്യാസങ്ങൾ അതിൽ വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ കറക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് അവിടെ എടുക്കുക. പേഴ്സൺ ഹൂ പെർഫോമൻസ് ഈസ് ബിലോ ദ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. ഇനി ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് സെറ്റ് ചെയ്യുകയും അതിന് താഴെ ആയിട്ടാണ് ഒരാളുടെ പെർഫോമൻസ് വരുന്നതെങ്കിൽ അവർക്ക് വേണ്ട പിയനലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ശിക്ഷ അല്ലെങ്കിൽ പിഴ ചുമത്തുക. ആൻഡ് ദോസ് ഹൂസ് പെർഫോമൻസ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് ആർ റിവാർഡഡ്. ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളെ നല്ല രീതിയിൽ തന്നെ ആദരിക്കുകയും അതിൽ ഒട്ടും ആ ഒരു സ്റ്റാൻഡേർഡ് പോലും കീപ്പ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടതായിട്ടുള്ള ശിക്ഷാ നടപടികൾ അല്ലെങ്കിൽ പിഴകൾ ചുമത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു. അപ്പോൾ എന്താണ് MBO? MBOൻ്റെ ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൻ്റെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ്, പ്രധാനപ്പെട്ട 4 സ്റ്റെപ്പുകളിലൂടെയാണ് MBO നമ്മൾ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇങ്ങനൊരു MBO സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം നേട്ടങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റുകൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും സബോർഡിനേറ്റും സുപ്പീരിയറും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് ഗോൾ സെറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു കോപ്പറേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ആരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം, ഈ എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് സബോർഡിനേറ്റ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അവരുടെ പെർഫോമൻസൊക്കെ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അത് എൻകറേജ് ചെയ്യുകയും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. കൃത്യമായിട്ട് ക്ലിയർ കട്ടായിട്ടും വെരിഫയബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുമ്പം ഇൻഡിവിജ്വൽസിന് കൃത്യമായി അവരുടെ പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ് അവിടെ കിട്ടുന്നത്. മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽസ് ആർ ഇൻവോൾവ് ഇൻ സെറ്റിംഗ് ഗോൾസ്. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാ ലെവലിലുള്ള മാനേജേഴ്സും അവിടെ ഉണ്ട്. സോ ദേ ആർ കമ്മിറ്റഡ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് അത് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. ഇനി ഡിഫറെൻറ്റ് ലെവലിലെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒന്നിച്ചു കൂട്ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കോമൺ ഒബ്ജക്റ്റീവ്സ് അവിടെ പോസിബിൾ ആവുന്നത്. കൂടാതെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. മാനേജേഴ്സിന് എല്ലാ ലെവലിലുള്ള ആളുകൾക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും. സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കുക, അതിൻ്റെ പെർഫോമൻസ് എല്ലാം. ഇറ്റ് സ്റ്റേറ്റ്സ് വാട്ട് ഈസ് ടു ബി അച്ചീവ്ഡ്, ദ ക്രൈറ്റീരിയ ടു ജഡ്ജ് പെർഫോമൻസ്. ഇനി ഒരു പെർഫോമൻസിന് നമ്മൾ ജഡ്ജ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയകൾ വേണം, ആ കാര്യങ്ങൾ പറയാം. പീരിയോഡിക് റിവ്യൂ ഓഫ് പെർഫോമൻസ് ഈസ് ഡൺ. കൃത്യമായിട്ട്
മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് തന്നെ മാറ്റങ്ങൾ അവിടെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പീരിയോഡിക്കലായിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ എൻവയോൺമെൻറ്റൽ ചേഞ്ചസുമായിട്ട് കോപ്പ് അപ്പ് ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കുന്നു. ഇറ്റ് ഈസ് എ ടൂൾ ഫോർ ഓർഗനൈസേഷണൽ കൺട്രോൾ. ഒരു ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൂൾ തന്നെയാണ് MBO എന്ന് പറയുന്നത്. ക്ലാസിഫൈഡ് ഒബ്ജക്റ്റീവ്സ് റെഡ്യൂസ് ആംബിഗ്വിറ്റി ആൻഡ് എംപ്ലോയർ ആങ്സൈറ്റി. ഇനി ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഇത് പരസ്പരമുള്ള ഒരു അവ്യക്തതകൾ നീക്കാനും എംപ്ലോയർക്ക് ഓവറായിട്ടൊരു ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ റിഡ്യൂസ് ചെയ്യാനൊക്കെ സാധിക്കുന്നു. ഇറ്റ് എൻവിസേജസ് പ്ലാനിങ്. കൃത്യമായിട്ട് ഇത് നമ്മൾ നടപ്പിൽ വരുത്തുകയാണെങ്കിൽ പ്ലാനിങ് വളരെ ഈസി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് ഇതുവഴി നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, ഒരു മോട്ടിവേഷൻ കൃത്യമായിട്ട് ഓരോ എംപ്ലോയീസിനും അവർ തങ്ങൾ എവിടെ നിൽക്കുന്നു, എവിടെയൊക്കെ ഇനി എത്തണം, എന്തെത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു പെർഫോമൻസ് ഇവാലുവേറ്റുള്ള ഗുണങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ സാധിക്കുക. അപ്പോൾ അത് മോട്ടിവേഷൻ എൻകറേജ് ചെയ്യുന്നുണ്ട്. ആ ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യാനുള്ള ഒരു ഊന്നൽ അവിടെ കിട്ടുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് MBO നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. കാരണം MBO എപ്പോഴും എംഫസൈസ് ചെയ്യുന്നത് എന്താണ്, ഗോൾ സെറ്റിങ്ങിനാണ്. പക്ഷെ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. ഇതൊരു വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സ് അല്ല. ലോട്ട് ഓഫ് ഇൻഫർമേഷൻ, കാരണം അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി അധികം ഇൻഫർമേഷൻസ് ആവശ്യമാണ്. അപ്പോൾ അത് വേണ്ട സമയത്ത് കറക്റ്റായ രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒബ്ജക്റ്റീവ്സോടെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സബോർഡിനേറ്റ്സ് പാർട്ടിസിപ്പേഷൻ ഈസ് ദ കോർണർ സ്റ്റോൺ ഓഫ് MBO. MBOൻ്റെ മെയിൻ കാരണം അല്ലെങ്കിൽ മൂല കാരണം എന്ന് പറയുന്ന ആര് തന്നെയാണ്, സബോർഡിനേറ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ എപ്പോഴും എടുക്കുന്ന തീരുമാനത്തിൽ നമുക്ക് സബോർഡിനേറ്റിനെ ഉൾക്കൊള്ളിക്കാൻ ഉള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇനി പ്രത്യേകിച്ച് പറയുന്ന MBOൻ്റെ ടെക്നിക്ക് എപ്പോഴും റിജിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ തീരുമാനം എടുത്താൽ പിന്നെ അതിലൊരു മാറ്റവും ഇല്ല. മാനേജേഴ്സിനൊന്നും ഒരിക്കലും വേണ്ട രീതിയിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അവർ ആ ഒബ്ജക്റ്റീവ്സ് എന്താണോ അതിനനുസരിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. MBO is only successful if the objectives are set and measurable and verifiable terms. ഇനി MBO നമ്മൾ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക, ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷെ അത് സക്സസ്ഫുൾ ആണോ അല്ലേ എന്ന് അറിയണമെങ്കിൽ നമുക്ക് അതിനെ കൃത്യമായിട്ട് മെഷർ ചെയ്യാനും വെരിഫൈ ചെയ്യാനും കൂടിയിട്ട് സാധിക്കണം. പെർഫോമൻസിനെയൊക്കെ മെഷർ ചെയ്യുക, ഒബ്ജക്റ്റീവ്സിനെയൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ നമുക്ക് മെഷർ ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് MBO എംഫസൈസ് ഷോർട്ട് ടേം ഗോൾസ്. മേജറായിട്ടും MBO എംഫസൈസ് ചെയ്യുന്നത് ഷോർട്ട് ടേമിലേക്കുള്ള ഗോൾ സെറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഫലമായി ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് അവിടെ നമുക്ക് അത്രത്തോളം ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചോളണമെന്നില്ല. പിന്നെ ഈ MBO നമ്മൾ അഡോപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒരുപാട് കോസ്റ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്, ചിലവ് ഉണ്ടാവുന്നുണ്ട്. MBO ഗിവ് ഡ്യൂ സ്ട്രെസ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ്. MBOയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു മെഷറബിൾ ആൻഡ് വെരിഫയബിൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടും ഇതിൽ ഏത് ആസ്പെക്റ്റ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്, ക്വാണ്ടിറ്റേറ്റീവ്. നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്ന, അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് MBOയിലൂടെ ചെയ്യുന്നത്. പക്ഷെ എല്ലാം അളന്ന് തിട്ടപ്പെടുത്തുന്നതിനേക്കാളും ചില കാര്യങ്ങളെങ്കിലും അങ്ങനെ ഇല്ലാത്തത് ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ ഇതിലൂടെ സാധിക്കില്ല എന്നുള്ളതാണ് വേറൊരു പോരായ്മ. സക്സസ് ഓഫ് MBO വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി ഇഫക്റ്റീവ്നെസ്. നമ്മൾ MBO അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഫീഡ്ബാക്ക് സിസ്റ്റത്തിനെ അല്ലെങ്കിൽ എത്രത്തോളം എഫക്റ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് സിസ്റ്റം ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. Information is not conveyed properly at various levels, then effectiveness of MBO will be less. അതായത് നമുക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് വേണ്ട ലെവലിലേക്ക് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ MBOൻ്റെ ഇഫക്റ്റീവ്നെസ്സും അവിടെ കുറഞ്ഞു തുടങ്ങും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ്. 2 മാർക്സിന് ചോദിക്കാം, 5 മാർക്സിനും ചോദിക്കാം. അപ്പോൾ എന്താണ് MBO എന്നുള്ളത് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. ഒപ്പം തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കുക. MBOൻ്റെ സ്റ്റെപ്സ് 5 മാർക്സിന് ചോദിച്ച് കാണാറുണ്ട്, പലപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ MBOൻ്റെ ലിമിറ്റേഷൻസും ബെനിഫിറ്റ്സും. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തൊരു ടോപ്പിക്കിൽ ഒട്ടും നമുക്ക് ഒരു വട്ടം വായിച്ചാൽ മാത്രം മതിയെന്ന് പറയാൻ പറ്റുന്ന ടോപ്പിക്കല്ല. കാരണം പലതരത്തിലും പല പ്രാവശ്യങ്ങളായിട്ടും ഒരുപാട് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് MBO റിലേറ്റഡ് ആയിട്ട് വരുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും അത് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുക, പഠിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കതൊരു ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഷെയറും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. എന്നെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്